ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇത് കണ്ടല്ലോ, നല്ല അടിപൊളിയായിട്ടുള്ളൊരു വെറൈറ്റി സ്നാക്സ് ആണ് കേട്ടോ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ഇത് എങ്ങനെയായി ചെയ്ത് നോക്കാം. അതിന് ആദ്യം വന്നിട്ട് 2 ഉരുളക്കിഴങ്ങ് ഇതുപോലെ ചിരകിയിട്ട് വെള്ളത്തിൽ ഇട്ട് വെച്ചതാണ്. അപ്പോൾ നമ്മൾ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെള്ളത്തിൽ തന്നെ ഇട്ട് വയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിതൊക്കെ റെഡിയാക്കാം, അതുവരെയ്ക്ക് വെള്ളത്തിലിരിക്കട്ടെ. ഇപ്പോൾ നമ്മൾ ഒരു 4 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു 1 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കൂടെ തന്നെ ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ കറിവേപ്പില ആവശ്യാനുസരണം പോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വെളുത്ത എള്ളുണ്ടല്ലോ, അത് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ, നിർബന്ധമൊന്നുമില്ല. അത് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. നന്നായിട്ട് ചൂടായി വരട്ടെ. ചൂടായി വന്നതിന് ശേഷമാണ് നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ. അങ്ങനെ ഏകദേശമൊക്കെ ഒന്ന് ചൂടായിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഇനി ഇതിലേക്ക് ചില്ലി ഫ്ലേക്സ് ആണ് കേട്ടോ ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നമ്മളിപ്പോൾ പച്ചമുളകും ചേർത്താണ് ചില്ലി ഫ്ലേക്സും ചേർക്കുന്നതാണ്. ഇപ്പോൾ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ നന്നായിട്ട് തിളപ്പിച്ചൊക്കെയാണ് ഇത് റെഡിയാക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എരിവ് നിങ്ങളുടെ ഇഷ്ടാനുസരണം പോലെ നിങ്ങൾ ബാലൻസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ആവശ്യാനുസരണം പോലെ ഇപ്പോൾ മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം 1 കപ്പ് റവയ്ക്ക് 2 കപ്പ് വെള്ളമാണ്. അതായത് ഞാൻ ഈ ഒരു കുഞ്ഞു ബൗളുണ്ടല്ലോ, അപ്പോൾ ഇതിൽ 1 കപ്പിനാണ് ഇട്ടെടുത്തത്. ഇപ്പോൾ ആവശ്യാനുസരണം പോലെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ചെറുതായിട്ടൊന്ന് തിളച്ച് വന്നതിന് ശേഷമാണ് നമ്മൾ റെഡിയാക്കി വെച്ചിട്ട് നമ്മുടെ ഉരുളക്കിഴങ്ങ് ഉണ്ടല്ലോ, അത് നന്നായിട്ട് വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് അമർത്തി എടുത്ത് മാറ്റിയതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. ഇതിലേക്ക് ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഉരുളക്കിഴങ്ങ് ഏകദേശം നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. നല്ല തിളച്ച് വെന്ത് വന്നതിന് ശേഷം പിന്നെ നമ്മൾ ഇതിലേക്ക് റവ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഉരുളക്കിഴങ്ങ് നമുക്കറിയാലേ, ഏകദേശം ഒരുപാടൊന്നും സമയം എടുക്കില്ല, വേഗം നമ്മൾ ഓൾറെഡി ചിരകിയിട്ടാണല്ലോ ഇട്ടത്, പെട്ടെന്ന് തന്നെ വെന്ത് വരികയും ചെയ്യും. ഇപ്പം നന്നായിട്ട് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഈ സമയത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ 1 കപ്പ് റവ, അത് മുഴുവനായിട്ട് ചേർക്കുന്നില്ല, കുറച്ച് കുറച്ചായിട്ടാണ് ചേർക്കുന്നത്. അങ്ങനെ ഇപ്പോൾ 1 കപ്പ് റവയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പകുതി ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ ബാക്കിയുള്ളതും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ റവ ഇട്ടതിന് ശേഷം ചിലപ്പോൾ വെള്ളം പോരാന്നൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മൾ ഉരുളക്കിഴങ്ങ് വേവുന്ന സമയത്ത് ചിലപ്പോൾ വെള്ളം വറ്റി വരുമല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടെൻഷനൊന്നും വേണ്ട, നമുക്ക് കുറച്ച് ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ടൊന്ന് സെറ്റ് ചെയ്താൽ മാത്രം മതി കേട്ടോ. ഇതിലിപ്പോൾ വലിയ ടെൻഷനൊന്നുമില്ല. നമ്മൾ ഉരുളക്കിഴങ്ങ് ചേർക്കുമ്പോഴാണ് നമുക്ക് ചെറിയൊരു കൺഫ്യൂഷൻ വരുന്നത്. അപ്പോൾ നിങ്ങൾ എക്സ്ട്രാ വെള്ളം ചേർത്താൽ മതി. അപ്പോൾ നമ്മളത് സെറ്റ് ചെയ്തതിന് ശേഷം ഇപ്പോൾ കയ്യിൽ കുറച്ചൊന്ന് എണ്ണ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശമൊക്കെ ഒന്ന് ചൂടാറിയിട്ടുണ്ട് കേട്ടോ. ചെറിയൊരു ചൂടേ ഉള്ളൂ, അത് കുഴപ്പമില്ല. നല്ല ചൂടാറിയിട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ കൈ കൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ച് റെഡിയാക്കി എടുക്കട്ടോ. നമ്മൾ സാധാരണ ചപ്പാത്തി മാവൊക്കെ കുഴക്കുന്ന രീതിക്ക് നല്ല കുഴച്ച് റെഡിയാക്കി എടുക്കാം. നിങ്ങൾക്ക് ഈ ഒരു സ്നാക്സ് നന്നായിട്ടുണ്ടാകും എന്നുള്ള ഡൗട്ട് പലർക്കും ഉണ്ടാവും. ഉറപ്പായിട്ടും എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഒരിക്കലും ഒരു കുഴപ്പവും വരില്ല. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിക്കുന്ന സമയത്ത്, അതിന് ഞാൻ തന്നെ ഗ്യാരണ്ടി പറയാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ നീളത്തിൽ അങ്ങോട്ട് ഉരുട്ടിയെടുത്തതിന് ശേഷം നമുക്ക് ഏത് ഷേപ്പിൽ വേണ്ടത്, എത്ര സൈസ്, അതിന് ആവശ്യാനുസരണം പോലെ നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിട്ട് എണ്ണ ഏകദേശം ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് സമയം കൊടുക്കാം കേട്ടോ. എല്ലാം ഇട്ടതിന് ശേഷം ഒരു 3-4 സെക്കൻഡ് ഒന്ന് സമയം കൊടുത്തതിന് ശേഷം പിന്നെ തിരിച്ചിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ എല്ലാം കൂടെ ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഒട്ടിപ്പിടിക്കുന്ന സമയത്ത് പിന്നെ നമ്മൾ ഇളക്കി കൊടുക്കുമ്പോൾ ചിലപ്പോൾ പൊട്ടിയും വരും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ഒന്നൊന്ന് പതുക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഇളക്കി കൊടുക്കാൻ കേട്ടോ. ഇപ്പോൾ ഏകദേശം ഒന്ന് സമയമായിട്ടുണ്ട്. ആ സമയത്താണ് ഞാൻ ചെറുതായിട്ടൊക്കെ ഒന്ന് ഇളക്കി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നതും. ഇപ്പോൾ കണ്ടില്ലേ, ഏകദേശം എല്ലാം ഒന്ന് ഒട്ടിയിട്ടുണ്ട്. പക്ഷെ അതെല്ലാം എണ്ണയിൽ നിന്ന് മാറി വരും കേട്ടോ. നമ്മൾ ഇടയ്ക്ക് പതുക്കെ ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് മാറി വരും. ഇപ്പോൾ എല്ലാം നല്ല കളറൊക്കെ ചേഞ്ച് ആയിട്ട് നല്ല അടിപൊളി നല്ല ക്രിസ്പി ആയിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കുന്ന ആ ഒരു എണ്ണ വലിക്കില്ല, അതൊന്നുമില്ല കേട്ടോ. ഏകദേശമൊക്കെ നല്ല ഡ്രൈ ആയിട്ടാണ് നമുക്ക് വരുന്നത്. ഓൾറെഡി നമ്മൾ ഉരുളക്കിഴങ്ങ് ചെയ്യുന്ന സമയത്തും അതൊരു നല്ല ടേസ്റ്റാണ്, നമുക്ക് നല്ലൊരു ക്രിസ്പിനെസ്സും ആ ഒരു ടേസ്റ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ റവ നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് ഒന്നുകൂടി നല്ലൊരു ക്രിസ്പിനെസ് നമുക്ക് ഈ ഒരു സ്നാക്സ് തരും കേട്ടോ. അത് കാരണം നമുക്ക് ഉറപ്പായിട്ടും ട്രൈ ചെയ്യാം കേട്ടോ. ജസ്റ്റ് കുറച്ച്, അതായത് നമ്മുടെ ഉരുളക്കിഴങ്ങും റവ ഒക്കെ ഏകദേശമൊക്കെ നമ്മുടെ വീട്ടിലുള്ള സാധനമാണല്ലോ. അപ്പോൾ ഇതുപോലൊരു ഈവനിങ് സ്നാക്സ് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്ത് നോക്കാം കേട്ടോ. വീണ്ടും വീണ്ടും വേണം എന്ന് ചോദിച്ച് വാങ്ങി കഴിക്കാം, അത്രയും ടേസ്റ്റാണ് കേട്ടോ. കൂടെ കുറച്ച് സോസ് ഉണ്ടെങ്കിൽ മാത്രം മതി, എത്ര വേണമെങ്കിലും കഴിച്ചു പോകട്ടോ. നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു സ്നാക്സാണ്. പക്ഷെ നമ്മൾ നല്ല തിക്കായിട്ടാണല്ലോ ഉണ്ടാക്കിയത് എന്നൊക്കെ നിങ്ങൾക്ക് ചിന്തിക്കുന്നവരായിരിക്കും. ഇത് പൊട്ടിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ, ആ ഒരു തിക്നെസ് ഒന്നുമില്ല. മൊത്തത്തിൽ ആ ഒരു ഉരുളക്കിഴങ്ങ് മാത്രമേ ഉണ്ടാവുള്ളൂ ഉള്ളിൽ. കണ്ടില്ലേ? അപ്പോൾ ഉറപ്പായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്ത്